ഹായ്, ഞാൻ ജോൺസ്, അഡ്വക്കേറ്റാണ്. തിരുവാങ്കുളത്താണ് എൻ്റെ വീട്. ഞാൻ നേരത്തെ RCMൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു 2014 വരെ. അതിനുശേഷം വേറെ പല ഹോസ്പിറ്റലിലും പോയതിന് ശേഷമാണ് ഇപ്പോൾ കണ്ണിൽ കാറ്ററാക്ട് സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാനിവിടെ കാണാമെന്ന് പറഞ്ഞു. പലരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടൊന്ന് വന്ന് നോക്കാം, എന്നിട്ട് വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈവൻ വരുമ്പോൾ ഉള്ള കാർ പാർക്കിങ്, പിന്നെ ഹോസ്പിറ്റലാണെങ്കിലും നല്ല 5 സ്റ്റാർ അറ്റ്മോസ്ഫിയർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു ബാത്റൂം പോലും വളരെ നീറ്റാണ്, ഒരു ചെറിയ മണം പോലും ഇല്ല. നല്ല അപ് ടു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എബോവ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം, അത്ര നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ, റിസപ്ഷൻ മുതൽ ബാക്കി എല്ലാവരും, നമ്മളിങ്ങ് വന്നാൽ മതി, നമ്മൾ കൊണ്ടുപോകും. സാധാരണ ബാക്കിയുള്ള ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ആ മുറിയിലേക്ക് ചെല്ലും, ഈ മുറിയിലേക്ക്, ഇതങ്ങനെ വേണ്ട. ഇവർ നമ്മളെ കൈപിടിച്ച്, അതായത് കണ്ണടച്ച് പോവാം നമുക്ക് അവരുടെ കൂടെ. ഡോക്ടർ രാകേഷ് ചന്ദ്രനെ കാണാനാണ് അന്ന് വന്നത്. അദ്ദേഹം അന്ന് ലീവായിരുന്നപ്പോൾ ഡോക്ടർ ജയലക്ഷ്മിയെ കണ്ടത്. എനിക്ക് ആ പെരുമാറ്റം തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആൻഡ് സൂത്തിങ് ആണ്. വളരെ നല്ല പെരുമാറ്റം. അവർ നോക്കി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ റിവ്യൂവിന് വന്നപ്പോഴാണ് ഡോക്ടർ രാകേഷ് ചന്ദ്രനെ കണ്ട്. അദ്ദേഹം ഈ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഡൗൺ ടു എർത്ത് മനുഷ്യൻ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രയും കഴിവുള്ള ഒരാൾ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവം വെച്ച് ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി. പിന്നെ കണ്ണിൻ്റെ അളവുകളോ അങ്ങനെ പല കാര്യങ്ങളും പല റൂമിലേക്കൊക്കെ പോയി. ഞാൻ പറഞ്ഞ പോലെ പിള്ളേർ കൊണ്ടുപോയി എല്ലാം കണ്ണ് ടെസ്റ്റ് ചെയ്തു. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നല്ല കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. കുട്ടികൾ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. പിന്നെ സർജറിക്ക് കയറ്റി ഒരു 10 മിനിറ്റ് എടുത്ത് കാണും. നമ്മൾ അറിഞ്ഞു പോലുമില്ല. കണ്ണിൽ മരുന്ന് ഒഴിച്ചു സർജറി കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. എനിക്ക് ആകെ അതിൽ ഒരു ചെറിയ ഡ്രോബാക്ക് നോക്കിയത്, ഡോക്ടർ ആ സർജറിയിൽ ഹീസ് ആൻ എക്സ്പെർട്ട് ക്രാഫ്റ്റ്മാൻ. പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടില്ല. ചെയ്യും, സംഗതി കഴിയും, പോയിക്കോന്ന് പറയും. ഞാൻ എന്നിട്ട് ഹായ് പറഞ്ഞ് പോരും ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കിത് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. അത്രയ്ക്ക് നല്ല ഇതാണ്. ഇന്നിപ്പോൾ ഞാനിത് മൂന്നാമത്തെ റിവ്യൂവിനാണ് വരുന്നത്. മൂന്നാമത്തെ റിവ്യൂവിന് വന്നു. എനിക്കൊരു കണ്ണാടി പ്രിഫർ ചെയ്തു. ഞാൻ കണ്ണാടി വാങ്ങിക്കാൻ പോവാണ്. അതിനു മുമ്പ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്.